പത്തനാപുരം സ്വദേശിനി അലീന ദിലീപ്, അക്ഷിത, അഞ്ജന, മധു ഈ മൂവർ സംഘം മുൻപ് അമ്മുവുമായി ഏറെ സൗഹൃദമുണ്ടായിരുന്നവരായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കായിക ബലമുള്ളത് അലീന ദിലീപിനാണ്. അലീന അന്നും അമ്മുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമായിരുന്നു. കഴുത്തിന് ചുറ്റും കൈയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു അശുവിനെ പോലെയായിരുന്നു അന്ന് അമ്മു. പക്ഷെ അന്ന് അവർ സൗഹൃദത്തിലായിരുന്നു. പിന്നീട് ഈ മൂവർ സംഘം ചേർന്ന് അമ്മുവിനെ ഒറ്റപ്പെടുത്തി ഇവർ വൈരാഗ്യ ബുദ്ധിയോടുകൂടി അമ്മുവിനെ കാണാൻ തുടങ്ങിയോടുകൂടി അലീന ദിലീപ് എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി അമ്മുവിനെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. ഒരിക്കൽ ബാത്റൂമിന് മുമ്പിൽ വെച്ച് എടി അമ്മു അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് അലീന ദിലീപ് അമ്മുവിനെ പിടിച്ചു നിർത്തി ഈ ബാത്റൂമിന്റെ മുമ്പിൽ വെച്ച് അടിവയറിലും മറ്റു ശരീരഭാഗങ്ങളും ആഞ്ഞ് അടിച്ചു. ആരോ മുകളിൽ ഉണ്ടായിരുന്നു, താഴേക്കെടുത്ത് എറിഞ്ഞതാണ്. ഈ കഴിഞ്ഞ 15-ാം തീയതി വൈകിട്ട് 4:30-നും 5-നും ഇടയിലുള്ള സമയത്ത് തിരുവനന്തപുരം ഐരൂപ്പാർ സ്വദേശിനി അമ്മു എ സജീവ് എന്ന് പറയുന്ന നഴ്സിംഗ് വിദ്യാർത്ഥിനി പത്തനംതിട്ട NSS കോളേജ് ബിൽഡിങ്ങിന് മുകളിൽ നിന്നും നേരെ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരികയാണ്. പക്ഷേ സത്യത്തിൽ അത് ആത്മഹത്യയല്ല. മുകളിൽ അങ്ങ് പാരപ്പറ്റിൽ തുണിയൊക്കെ ഉണങ്ങാൻ വേണ്ടി വിരിച്ചിടുന്ന സ്ഥലം, അവിടെ നിന്നും അമ്മുവിനെ ആരോ എടുത്ത് താഴേക്ക് എറിഞ്ഞതാണ് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം ആരും അത് വിശ്വസിച്ചില്ല. അമ്മു ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്, കരുതിയിരുന്നു. പക്ഷേ സത്യത്തിൽ അതല്ല അവിടെ സംഭവിച്ചത്. ആരോ മുകളിൽ ഉണ്ടായിരുന്നു, താഴേക്ക് എടുത്ത് എറിഞ്ഞതാണ്. എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അവളെ ആരും എടുത്ത് താഴേക്ക് എറിഞ്ഞൊന്നുമല്ല, അവൾ താഴേക്ക് സ്വയമേ ചാടിയതാണ് എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ പുറത്തേക്ക് വന്നു. അതും എല്ലാ കോളേജിനോട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ കുട്ടി പഠിക്കുന്ന, അല്ലെങ്കിൽ ഈ കുട്ടി താമസിക്കുന്ന ഈ ഹോസ്റ്റലിനോടൊക്കെ ബന്ധപ്പെട്ടുള്ള കുട്ടികളും അതിനോട് ബന്ധപ്പെട്ട ടീച്ചേഴ്സുമാണ് അവൾ ചാടിയതാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അവൾ ഐ ക്വിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഐ ക്വിറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അത് അമ്മു എ സജീവിന്റെ ഹാൻഡ് റൈറ്റിംഗേ അല്ല എന്നുള്ളത് ഓൾറെഡി പുറത്ത് വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ക്ലാസ് ടീച്ചറുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ചടുലമായ വാക്കുകളാണ്. അവർക്കൊരു വിഷമമോ സങ്കടമോ മറ്റൊന്നുമില്ല. ഈ കുട്ടി മരണപ്പെട്ടതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ മാധ്യമങ്ങളോട് അവർ പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് വളരെ കൃത്യതയോടിയിട്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. അവർക്കൊരു ടെൻഷനോ വിഷമമോ സങ്കടമോ ഒന്നും അവരുടെ മുഖത്ത് നമ്മളാരും കണ്ടില്ല. മാത്രമല്ല മാതാപിതാക്കൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആംബുലൻസിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ ഈ ക്ലാസ് ടീച്ചർ മുൻപിലെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു എന്നുള്ളത് അത് ഏറെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് വേണ്ടപ്പെട്ട, നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒരു ആക്സിഡന്റിൽപ്പെട്ടു, ഒരു അപകടത്തിൽപ്പെട്ടു, നമ്മൾ എന്താ ചെയ്യുക? ആ പേഷ്യന്റിനെ ആംബുലൻസിൽ ബാക്കിലെ ബെഞ്ചിൽ ഉപേക്ഷിച്ച് നേരെ ഫ്രണ്ടിലെ കസേരയിൽ പോയിരുന്നു ഡ്രൈവറുടെ അടുത്ത് മുൻപിലെ സീറ്റിൽ പോയിരുന്ന് സൊള്ളി ടൊവിനോ സിനിമയുടെ അല്ലെങ്കിൽ ദുൽഖർ സിനിമയുടെ കഥയൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച് അറുമാതിച്ചായിരിക്കുമോ സാധാരണ നമ്മളൊക്കെ ചെയ്യാറ്. ആ സ്ട്രെച്ചറിൽ പോയിരുന്ന് കുട്ടിയുടെ തലയെടുത്ത് മടിയിൽ വെച്ച് അതിനെ ചേർത്ത് പിടിച്ചാൽ ഒരു ക്ലാസ് ടീച്ചർ ആംബുലൻസിൽ പോകേണ്ടത്. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് മാതാപിതാക്കൾ കൃത്യമായി പറയുന്നുണ്ട്. ഈ ക്ലാസ് ടീച്ചർ പിന്നിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ടീച്ചർ നേരെ ഫ്രണ്ടിൽ ഈ ഡ്രൈവറുടെ അടുത്തുള്ള കസേരയിൽ പോയിരുന്ന് കഥയൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് അറിഞ്ഞത്. നമ്മുടെ കുട്ടികളൊക്കെ തല്ലിപ്പൊളികളാണ്, പിഴകളാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യങ്ങൾ ഓർക്കണം. ഈ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന ഈ ടീച്ചേഴ്സ് അല്ലെങ്കിൽ മാതാപിതാക്കൾ വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും പരസ്പരം അങ്ങോട്ടും വഴക്കൂടുകയോ ചീത്തവാക്ക് വിളിക്കുകയൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ അടുത്തിരുന്ന് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അവർ പരസ്പരം സംസാരിക്കും. പിന്നീട് നമ്മുടെ കുട്ടികളെ പറയുന്നത് കുട്ടികൾ പിഴകളാണ്. കുട്ടികൾ എങ്ങനെയാണ് പിഴകളാവുന്നത്? കുട്ടികൾ ഒരിക്കലും സ്വയമേ പിഴകളാവില്ല. കുട്ടികളെ പിഴകളാക്കുന്നതാണ് മാതാപിതാക്കളുടെ സംസാരവും അധ്യാപകരുടെ സംസാരവും എല്ലാം. ഇവരിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴത്തെ അധ്യാപക എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു വിഷയമാണിത്. 4-ലും 5-ലും പഠിക്കുന്ന 1-2 കുട്ടികൾ പറഞ്ഞ വിഷയമാണിത്. ആ ക്ലാസ് റൂമിൽ മറ്റുള്ള കുട്ടികളുടെയൊക്കെ മുഖത്ത് നോക്കി ഈ അധ്യാപിക അവരോട് പറയാറുണ്ട്, നിനക്കെന്താ കഴപ്പാണോ എന്നുള്ള ചോദിക്കുമെന്ന്. ഞെട്ടിപ്പോയി ഞാനിന്ന് കേട്ടിട്ട്. അപ്പൊ നഴ്സിംഗ് അധ്യാപികയാണെങ്കിലും സ്കൂളിലെ അധ്യാപികയാണെങ്കിലും ആരാണെങ്കിലും കുട്ടികളോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതിൽ ശ്രദ്ധ ഏറെ കൊടുക്കണമെന്നുള്ളത് വസ്തുതയാണ്. നാവുപിഴ ഒരിക്കലും കുഞ്ഞുങ്ങളോടാവാൻ പാടില്ല. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ ആ കുട്ടികളെ പേടിപ്പിക്കുകയോ വഴക്ക് പറയുകയോ മാതാപിതാക്കൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അല്ലെങ്കിൽ അധ്യാപിക അവരെ ശിക്ഷിച്ചു, മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ നിന്നും അവരെ ശിക്ഷിച്ചാൽ, അവരുടെ ഉള്ളിൽ മുറിവേറ്റാൽ അവർ നേരെ പോയി ആത്മഹത്യ ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പതിവായി കണ്ടുവരുന്ന ഒരു വിഷയമാണിത്. MG സർവകലാശാലയ്ക്ക് കീഴിലെ പത്തനംതിട്ട ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ 4ാം വർഷ വിദ്യാർത്ഥിനി. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഈ ക്ലാസ് മുറിയിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നു എന്നുള്ളത് മുൻപ് പുറത്തു വന്നിട്ടുള്ള വിഷയമാണ്. കുട്ടികളെല്ലാവരും ചേർന്ന് ഡിസംബർ മാസം ഒരു ബാച്ച് ടൂർ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമാവുകയാണ്. അങ്ങനെയുള്ള ആ ബാച്ച് ടൂറിന്റെ വിദ്യാർത്ഥി കോർഡിനേറ്ററായി അമ്മു എ സജീവിന് ചുമതല നൽകുകയാണ്. തങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് അമ്മുവിനെ വെച്ചത് മറ്റുള്ള കുട്ടികൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ മൂവർ സംഘത്തിന് മാത്രമല്ല അമ്മു എ സജീവിനോട് എതിർപ്പുണ്ടായിരുന്നു. ആ ക്ലാസ് മുറിയിലെ മറ്റുള്ള കുട്ടികളെയും ഈ മൂവർ സംഘം അമ്മുവിനെതിരെ തിരിച്ചിരുന്നു. ഇതിലൊരു പെൺകുട്ടിയുടെ പണം ക്ലാസ് മുറിയിൽ വെച്ച് നഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് മുൻപ് സമർപ്പിക്കേണ്ടിയിരുന്ന ഒരു ബുക്ക് കാണാതായതുമൊക്കെ ക്ലാസ് റൂമിൽ വലിയ വിഷയമായിരിക്കുന്ന സമയമായിരുന്നു. പരസ്പര ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരം ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. അമ്മുവിനെതിരെ ഒരു കായികപരമായിട്ടുള്ള നീക്കം വരെ കൂട്ടുകാരികളായിട്ടുള്ള ഈ മൂവർ സംഘം എടുത്തോട് കൂടിയിട്ട് അമ്മുവിന്റെ പിതാവ് നേരെ കോളേജിൽ എത്തുകയാണ്. അങ്ങനെ പ്രിൻസിപ്പാളിന് പരാതി നൽകുന്നു. അമ്മുവിന്റെ പിതാവിന്റെ പരാതി പ്രിൻസിപ്പാൾ സ്വീകരിച്ചു. അങ്ങനെ പ്രിൻസിപ്പാൾ ഈ മൂവർ സംഘത്തെ വിളിച്ചു വരുത്തുന്നു. അവരോട് പറയുകയാണ് മാതാപിതാക്കളുമായിട്ട് 18-ാം തീയതി ഹാജരാകുവാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് ഈ ദാരുണ സംഭവങ്ങൾ അരങ്ങേറുന്നത്. 18-ാം തീയതി മൂവർ സംഘത്തിനോട് അവരുടെ മാതാപിതാക്കളെയും കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ അമ്മു 15-ാം തീയതി ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടി എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അമ്മു നിരന്തരമായി കരഞ്ഞു നിലവിളിച്ച് പിതാവിന്റെ അടുത്ത് നിരന്തരമായി പറയുകയാണ്,
പറയുകയാണ്, എന്നെ ഇവർ പീഡിപ്പിക്കുകയാണ്, എനിക്കിവിടെ പഠിച്ച് മുന്നോട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അച്ഛനിതിൽ ഇടപെടണം എന്നുള്ള ആ ഒരു മകളുടെ നിരന്തരമായിട്ടുള്ള ആ കണ്ണുനീര് ഒരു വഴിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഒതുങ്ങി പോകട്ടെ എന്നുള്ളത് ആ പിതാവ് ആദ്യം വിചാരിച്ചു. പക്ഷേ മകളുടെ നിരന്തരമായ കണ്ണുനീര് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതിൽ ഇടപെടാതിരിക്കാൻ വേണ്ടി ആവാതെ വന്നു. അങ്ങനെ അദ്ദേഹം പ്രിൻസിപ്പാളെ കാണുകയാണ്. പക്ഷേ പ്രിൻസിപ്പാളിന്റെ ഭാഗത്തു നിന്നും വലിയ നീണ്ട ഒരു ഡേറ്റ് 18-ാം തീയതിക്ക് മാറ്റുകയാണ്. ഇതിനിടയിൽ ഒരുപാട് പ്രശ്നത്തിലായിരുന്നു അമ്മുവിന് മുന്നോട്ടുള്ള ജീവിതം ദുസ്സഹമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. കാരണം അലീന എന്ന് പറയുന്ന പെൺകുട്ടി അമ്മുവിനെ പിടിച്ചിട്ട് കൈനീട്ടി അടിക്കുന്ന സംഭവം വരെ ഉണ്ടായി. ബിൽഡിങ്ങിന് മുകളിൽ നിന്നും അമ്മു താഴേക്ക് ചാടി താഴെ വീണ് കിടക്കുകയാണ്. ഇഷ്ടം പോലെ കുട്ടികളുള്ള ഒരു കോളേജ് ഹോസ്റ്റൽ, അവിടെ വാർഡനുണ്ട്, റോഡ് സൈഡിൽ കൂടെ ആളുകൾ പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർ, ഇതൊരു പാതിരാത്രി സമയത്തൊന്നുമല്ല, വൈകിട്ട് 4 മണിക്ക് 5 ഇടയിലുള്ള ഒരു സമയത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. അമ്മു ആ മുറ്റത്ത് ആ വന്ന് വീണ അതേ കിടപ്പിൽ തന്നെ ഏറെ സമയം കിടന്നു. അതാണ് ആ കുട്ടിയുടെ ജീവൻ പോകാൻ വേണ്ടി കാരണം. താഴെ വന്ന് വീണ ആ കുട്ടിയെ അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു വാഹനത്തിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നുവെങ്കിൽ, തൊട്ടടുത്ത ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ അമ്മു ഇന്നും നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. എത്ര വലിയ അലംഭാവമാണ് അമ്മുവിന്റെ കാര്യത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത്. ബിൽഡിങ്ങിന് മുകളിൽ നിന്നും താഴേക്ക് വീണ അമ്മുവിനെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ, ആശുപത്രിയിലേക്ക് അധികം ദൂരമൊന്നുമില്ല, 2 കിലോമീറ്ററും 600 മീറ്ററും മാത്രമേ ഈ ആശുപത്രിയിലേക്ക് ദൂരമുള്ളൂ എന്നുള്ളത് പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. ഈ 2 കിലോമീറ്ററും 600 മീറ്ററും എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് 45 മിനിറ്റ് ആണ്. അപ്പോൾ ഈ കുട്ടി മുകളിൽ നിന്ന് താഴെ വീണ് ഒരുപാട് സമയം ആരോരും നോക്കാനില്ലാതെ ഒന്ന് എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാളും അടുക്കാതെ തറയിൽ ചോരയൊലിപ്പിച്ച് കിടന്നത് ഏകദേശം 30-35 മിനിറ്റോളമാണ്. 2 കിലോമീറ്ററും 600 മീറ്ററും എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു വാഹനം ഓടി എത്തണമെന്നുണ്ടെങ്കിൽ വല്ല 5-10 മിനിറ്റിൽ ഓടി എത്താനുള്ള ദൂരമേ ഉള്ളത്. ആശുപത്രി രേഖകളിൽ കൃത്യമായി പറയുന്നുണ്ട് അമ്മുവിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ വൈകിട്ട് 5:18 ആയിരുന്നു എന്നുള്ളത്. 5:18 അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച അമ്മുവിനെ പിന്നീട് അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വൈകിട്ട് 6:50 ഏകദേശം 1 മണിക്കൂർ 32 മിനിറ്റ് സമയം. നട്ടലിനും തുടയലുകൾക്കും വളരെ വലിയ പരിക്കുകളുണ്ടായിരുന്നു. യാതൊരു ചികിത്സയും നൽകാതെ 1 മണിക്കൂർ 32 മിനിറ്റ് സമയം ആരോരും തിരിഞ്ഞു നോക്കാതെ ആശുപത്രിയിൽ കിടത്തി. ശേഷം അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അമ്മു മരണപ്പെടുന്നത്. അമ്മുവിന്റെ സഹോദരൻ അഖിലിന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കൃത്യമായി പറയുന്നുണ്ട് അമ്മുവിന്റെ ഫോൺ അങ്ങനെ സിമ്പിളായി തുറക്കാനൊന്നും പറ്റില്ല. കൃത്യമായി പാസ്വേഡിൽ അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ആരോ അമ്മുവിന്റെ ഫോണിന്റെ ലോക്ക് മാറ്റി അത് തുറന്നിരുന്നു. അമ്മുവിന് മാത്രം അറിയുന്ന പാസ്വേഡിൽ ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഫോൺ അതെങ്ങനെയാണ് തുറന്നത്, ആരാണ് തുറന്നത്, ഉത്തരം ഇനിയും കണ്ടെത്താനായിട്ടില്ല. പിന്നീട് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള മുൻപ് പറഞ്ഞ ഐ ക്വിറ്റ് എന്നെഴുതിയിരിക്കുന്ന ആത്മഹത്യാ കുറിപ്പാണ്. അങ്ങനെ ഒരു ആത്മഹത്യാ കുറിപ്പ് അമ്മുയെ സജീവ് എഴുതിയിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ആ ആത്മഹത്യാ കുറിപ്പിലുള്ളത് അമ്മുവിന്റെ ഹാൻഡ് റൈറ്റിംഗേ അല്ല എന്നുള്ളത് അമ്മുവിന്റെ സഹോദരനും പിതാവും സാക്ഷ്യപ്പെടുത്തുന്നു. അലീന ദിലീപിനെയും അക്ഷിതയെയും അഞ്ജന മധുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ കൃത്യമായ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നത്. അമ്മുവിനോട് നല്ല വൈരാഗ്യം ഉണ്ടായിരുന്നു ഈ 3 പേർക്കും എന്നുള്ളത് അവർ പറയുന്നത്. ഒരു കാരണമാണ് ഇവിടെ പറയുന്നത്. ഇവരെല്ലാവരും കൂടി ചേർന്നൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിന് വേണ്ടിയിരുന്ന പണം കണ്ടെത്തിയത് സ്പോൺസേഴ്സ് മുഖേനയായിരുന്നു. ക്യാമ്പിന് വേണ്ടി ചെലവാക്കിയ ആ പണം അത് കഴിഞ്ഞ് ബാലൻസ് ഒന്നുമില്ല എന്നുള്ളത് ഈ 3 സംഘം അധികൃതർക്ക് ഒരു കണക്ക് കൊടുത്തു. ക്യാമ്പിന് വേണ്ടി ശേഖരിച്ച പണത്തിൽ ബാക്കി ഈ പെൺകുട്ടികളുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ള വസ്തുത അമ്മുവിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് ഈ 3 സംഘത്തിന് അമ്മുവിനോട് ഏറെ വൈരാഗ്യം തോന്നുവാനുള്ള കാരണം. അമ്മുവിനെ അവർ വശീകരിച്ച് തങ്ങളോടൊപ്പം കൂട്ടുവാൻ വേണ്ടി ഏറെ ശ്രമിച്ചു. പക്ഷേ അമ്മു പറഞ്ഞു എന്നെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞു. ക്യാമ്പിന് വേണ്ടി ശേഖരിച്ച സ്പോൺസർഷിപ്പ് മുഖേന ശേഖരിച്ച പണം എന്ന് പറയുന്നത് ബാക്കിയുണ്ടെങ്കിൽ അത് കോളേജിനെ ഏൽപ്പിക്കണം. ഈ പെൺകുട്ടികളെല്ലാവരും ഡിസംബർ മാസം പ്ലാൻ ചെയ്തിരുന്ന ബാച്ച് ടൂറിന് അവർക്ക് പോക്കറ്റ് മണി വേണം. ആ പോക്കറ്റ് മണി ആയിട്ട് ഈ സ്പോൺസേഴ്സിൽ നിന്നും ശേഖരിച്ച തുക ഉപയോഗിക്കുക എന്നുള്ള ഒരു ബുദ്ധി ഈ 3 സംഘം ഉപയോഗിച്ചു. അതിന് അമ്മു കൂട്ടുനിന്നില്ല. ഇതാണ് അമ്മുവിനോട് ഏറെ വൈരാഗ്യം തോന്നുവാൻ വേണ്ടിയിട്ട് ഈ കൂട്ടുകാരികൾക്ക് കാരണം. അമ്മു ഒരു സാധാരണ പെൺകുട്ടിയാണ്. അങ്ങനെ വളരെ വലിയ ആരോഗ്യമൊന്നും ആ പെൺകുട്ടിക്കില്ല. അലീന ദിലീപ് എന്ന് പറയുന്ന പെൺകുട്ടി ഏറെ ആരോഗ്യമുള്ള പെൺകുട്ടിയാണ്. ഇവൾ അമ്മുവിനെ പിടിച്ച് അവളുടെ കഴുത്ത് ഞെരിച്ച് ബാത്റൂമിന് മുൻപിൽ വെച്ച് അവളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നേരിൽ കണ്ട കുട്ടികളുമുണ്ട്. അമ്മുവിനെ അടിച്ചൊതുക്കുവാൻ വേണ്ടി ഈ 3 സംഘമാണ് മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷേ ഈ 3 സംഘത്തിന് സപ്പോർട്ടായിട്ട് അതേ ക്ലാസ് റൂമിൽ തന്നെ മറ്റ് 7ഓളം പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും പുറത്തു വന്നതാണ്. കോഴ്സ് തീരാൻ വേണ്ടി 1 മാസം മാത്രം ബാക്കി നിൽക്കെ അതിദാരുണമായ സംഭവമാണ് അരങ്ങേറിയത്. ക്ലാസ് ടീച്ചർ മാത്രമല്ല കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ സലാമിനും ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. അമ്മുവിന്റെ മാതാവ് നിറകണ്ണുകളോടുകൂടിയാണ് പറയുന്നത്. അമ്മുവിനോടൊപ്പം ഈ 3 സംഘം അമ്മുവിന്റെ വീട്ടിൽ വന്നിരുന്നു. അമ്മുവിന്റെ വീട്ടിൽ വന്ന് അവിടെ ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നുറങ്ങി. അമ്മുവിന്റെ അമ്മയുമായിട്ടും അച്ഛനുമായിട്ടും നല്ല ബന്ധമായിരുന്നു കുറച്ചേറെ നാളുകൾക്ക് മുൻപ് ഈ 3 സംഘത്തിനുണ്ടായിരുന്നത്. ഇവരെന്തുകൊണ്ടാണ് അമ്മുവിനെതിരെ തിരിഞ്ഞത്, എന്തിനു വേണ്ടിയാണ് തിരിഞ്ഞത് എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞ് വിങ്ങിക്കരയുകയാണ് അമ്മ. പക്ഷെ സത്യത്തിൽ സംഭവിച്ചത് അമ്മു സത്യസന്ധമായ രീതിയിൽ ജീവിച്ചിരുന്ന വളരെ ഒതുക്കമുള്ള പ്രകൃതമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. മറ്റുള്ളവരുടെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുകയോ അവരെന്താ പറയുന്നുള്ള അന്വേഷിക്കാൻ വേണ്ടി നടക്കുകയോ ഇതൊന്നും ചെയ്യുന്ന സ്വഭാവക്കാരി ആയിരുന്നില്ല അമ്മുയെ സജീവ് എന്നുള്ളത് കോളേജിലെ മറ്റു പെൺകുട്ടികൾ പറയുന്നുണ്ട്. ഈ 3 സംഘത്തിന്റെ കള്ളക്കളിക്ക് അമ്മുയെ സജീവ്
നിന്നില്ല എന്നുള്ളതാണ് അമ്മുവുമായി വൈരാഗ്യബുദ്ധി തോന്നുവാനും പല പ്രാവശ്യം അമ്മുവിനെ തങ്ങളുടെ കൂടെ കൂട്ടുവാൻ വേണ്ടി ഈ പെൺകുട്ടികൾ ശ്രമിച്ചു. നാളുകൾക്ക് മുൻപ് ഈ പെൺകുട്ടികളുമായി അമ്മു നല്ല കൂട്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇവരുടെ കള്ളക്കളി മനസ്സിലായതോടുകൂടിയിട്ട് എന്ത് കാര്യത്തിനും ഇവർക്ക് കള്ളക്കളികളുണ്ട്. പണമിടപാടുകൾ പ്രോപ്പർ അല്ല, മാതാപിതാക്കളെ പറ്റിച്ച് പണം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരികളുടെ കയ്യിൽ നിന്നും പണം അടിച്ചു മാറ്റുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയിട്ട് അമ്മു അവരുടെ കൂട്ടുകെട്ടിൽ നിന്നും മാറിപ്പോവുകയാണ്. ഇതോടുകൂടി അവർ ഏറെ വൈരാഗ്യബുദ്ധിയോടുകൂടി അമ്മുവിനെ കാണുകയാണ്. പിന്നീട് നിരന്തരമായി മാനസികമായി ഇങ്ങനെ തുടർച്ചയായി പീഡിപ്പിക്കുകയാണ് ഈ കുട്ടിയെ. അവൾക്കത് താങ്ങാനാവാതെ, അവൾക്ക് പഠിക്കാനാവുന്നില്ല, അവൾക്ക് മുന്നോട്ട് ജീവിക്കാനാവുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അലീന എന്ന് പറയുന്ന പെൺകുട്ടി ഇങ്ങനെ നിരന്തരം ഈ കുട്ടിയെ മാനസികമായി മാത്രമല്ല ശാരീരികമായും കൂടി പീഡിപ്പിക്കുകയാണ്. മറ്റുള്ള പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതിനൊക്കെ കൃത്യമായ തെളിവുകളുണ്ട്. കോളേജ് അധികൃതരും അധ്യാപകരും ആരും ഈ വിഷയം സീരിയസ് ആയിട്ട് എടുത്തേയില്ല. പല പരാതികൾ കൊടുത്തിട്ടും അവരാരും തിരിഞ്ഞു നോക്കിയില്ല. അമ്മുവിന്റെ ജീവൻ വിട്ടുപോകാനുള്ള കാരണമെന്ന് പറയുന്നത് അമ്മുവിന്റെ അധ്യാപികമാരും അമ്മുവിന്റെ കോളേജ് അധികൃതരും തന്നെയാണ്.